നമസ്കാരം. പാർട്ടിക്കുള്ളിൽ ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജനെതിരെ വളരെ ശക്തമായ നിലപാടുകൾ ഉണ്ടായിരിക്കുകയാണ്, വിമർശനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇ.പി. വേണ്ട വിധത്തിൽ കാര്യക്ഷമമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇ.പിയുടെ നിലപാട് പറച്ചിൽ, അതായത് ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ കുഴപ്പമൊന്നുമില്ലെന്ന നിലപാട് പറച്ചിൽ, അത് പാർട്ടിക്ക് കോട്ടമുണ്ടാക്കിയെന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ഇ.പിക്ക് സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരിയിൽ നിന്ന് പോലുമുണ്ടായ വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞില്ല. പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് ഇ.പി. നിരന്തരം നടത്തിയതെന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ ഈ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണത്. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ ഇ.പി. പലതവണ, അതായത് 3-ലേറെ തവണ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ പ്രസ്താവന ഇ.പി. നടത്തിയത് പോലും, ലീഗിനെ ക്ഷണിക്കാനുള്ള ഈ പ്രവൃത്തി പോലും പിണറായി പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതാണ് വാസ്തവം. പിണറായിക്കാണ് ലീഗിനെ പാർട്ടിയിലേക്ക് എത്തിച്ച മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ ഈ പിന്തുണ തേടേണ്ട ആവശ്യമുള്ളത്. അത് ഇ.പി. വഴി അത് സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പിണറായി വിജയൻ നടത്തിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ പിണറായി മാറി നിൽക്കുകയാണ്, ഇ.പിയെ പാർട്ടി തള്ളുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിട്ടും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല, പിന്നോട്ട് പോവുകയേ ചെയ്തിട്ടില്ല ഇ.പി. ബി.ജെ.പി. സ്ഥാനാർത്ഥികളിൽ യോഗ്യന്മാരുണ്ടെന്ന ഇ.പിയുടെ പ്രസ്താവനയും തിരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം LDFും BJPയും തമ്മിലാണെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ആർക്കാണ് ഗുണം ചെയ്തതെന്നും ആലോചിക്കേണ്ടതുണ്ട്. ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച ഇ.പിയുടെ നടപടി പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ട് ചോർത്തുന്ന സാഹചര്യമുണ്ടാക്കി. ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ.പി. വെളിപ്പെടുത്തിയത് പോളിംഗ് ദിവസത്തിന്റെ അന്നാണ്. മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയതോടെ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു. ഇ.പി. ജയരാജൻ BJPയിൽ ചേരാൻ ദലാൽ നന്ദകുമാർ മുഖേന ശോഭാ സുരേന്ദ്രനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടി നടത്തുന്ന BJP വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കുകയും ചെയ്തു. ഇ.പിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ട് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള നിരാമയ ഏറ്റെടുത്തത് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വാർത്തയെ ആഘോഷിച്ചുവെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപണം ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ആരോപണം ഉയർത്തിയത് എന്തുകൊണ്ടാണെന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. പിണറായി വിരുദ്ധതയാണ് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ അലയടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വമ്പൻ തോൽവി ഇടതുമുന്നണിക്ക് ഉണ്ടായതും. ഇ.പിയെ കുറിച്ച് ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കേണ്ടതാണ്. ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവ്, ഇടതുമുന്നണി കൺവീനർ എന്നൊക്കെയുള്ള നിലയിൽ ഇ.പി. ചെയ്യരുതാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ചെയ്തത്. പക്ഷെ അപ്പോഴും ലീഗിനെ ക്ഷണിച്ചത് പിണറായി വിജയന് വേണ്ടി. BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഇ.പി. ജയരാജൻ ആശയവിനിമയം നടത്തി, കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് വാസ്തവം തന്നെയാണ്, അതിനെ തള്ളുന്നില്ല. അപ്പോഴും പലതും മറന്നുകൊണ്ടാണ് പിണറായിയുടെ നിൽപ്പ്. കാരണം ഇ.പിയെ ഈ കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും തഴയണം, തന്റെ കസേര സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി ഉദ്ദേശിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് പിണറായിയെ സംരക്ഷിക്കാനും ഇ.പിയെ തള്ളാനും ഗോവിന്ദൻ മുഖേന ഇപ്പോൾ പിണറായി നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇ.പിക്കെതിരെ പിണറായിക്ക് നേരിട്ട ഒരു യുദ്ധത്തിന് ബാല്യമില്ല. കാരണം പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ, നേതാവിന്റെ എല്ലാ കള്ളക്കഥകളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, നേതാവാണ് ഇ.പി. ജയരാജൻ എന്നത്. അതുകൊണ്ട് ഇ.പിക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം പിണറായി എടുത്തുയർത്തിയാൽ ഇ.പി. പ്രത്യക്ഷമായി അപ്പോൾ തന്നെ വേണമെങ്കിൽ ഇ.പിക്ക് എടുത്തടിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിണറായിയുടെ വിദേശത്തെ ഇടപാടുകൾ, ലാവ്ലിനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ പിണറായിയുടെ മകനും മകൾക്കുമുള്ള നിക്ഷേപം, അതിൽ പിണറായിക്ക് നിക്ഷേപം ഉണ്ടോ എന്നുള്ള കാര്യം, പിന്നെ സിംഗപ്പൂർ വഴി നടത്തുന്ന ഇടപാടുകൾ, കർത്തയിൽ നിന്ന് ആദ്യം
അത് മറ്റൊരു കാര്യമാണ്. കർത്തയിൽ നിന്ന് ആദ്യം 25 കോടി രൂപ കരിമണൽ ഖനനത്തിന് വേണ്ടി വാങ്ങുന്നത് EP ജയരാജനാണ്. പിന്നീട് ഈ പിണറായി ചികിത്സ കഴിഞ്ഞ് വന്ന സമയത്ത്, രണ്ടാമതും ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത്, ആ സമയത്ത് ഇക്കാര്യം കർത്തയിൽ നിന്ന് അറിയുകയും പിണറായി പിന്നീട് EP ജയരാജനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഈ കാര്യം നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് കർത്തയും പിണറായിയും തമ്മിൽ നേരിട്ടാണ് ഇടപാടുകൾ നടത്തിയത്. പിന്നീട് നടന്നത് കോടികളുടെ കുംഭകോണമാണ്. 25 കോടിയുടെ ഇടപാടുമൊന്നുമല്ല, കോടികളുടെ കുംഭകോണമാണ്. അതിനെ ചൊല്ലിയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പിണറായിക്കും കുടുംബത്തിനും നേരെ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. പിന്നീടുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റി. ഇവരുടെ CPMന്റെ ഏറ്റവും മാനസപുത്രനായിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പിണറായിക്കുള്ള ഇടപാടുകൾ, അതിലുള്ള നിക്ഷേപം, അവർക്ക് എവിടെയെല്ലാം നിക്ഷേപമുണ്ട്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ, പിണറായിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതൊക്കെ EP ജയരാജൻ അറിയാവുന്നതാണ്. പിന്നെ പാർട്ടിയിൽ ഒരു കൊലയാളി സംഘമുണ്ട്. ഈ കൊലയാളി സംഘത്തിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്. ആരെ എപ്പോൾ എവിടെ വെച്ച്, അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു CIA ഇസ്രായേലിന്റെ മൊസാദിന്റെ ഒരു രീതിയിലുള്ള കൊലയാളി സംഘമാണ്. ആ കൊലയാളി സംഘത്തിൽ ചിലർ മാത്രമാണ് ഇപ്പോൾ ജയിലിൽ, TP വധക്കേസിൽ ജയിലിൽ ഉൾപ്പെടെ കിടക്കുന്നത് എന്ന് ഓർക്കണം. അപ്പൊ ഈ കൊലയാളി സംഘത്തെ നിയന്ത്രിക്കുന്നതെല്ലാം പിണറായി വിജയനാണ്. ഈ പിണറായി വിജയന് ഇത് പാർട്ടിയിൽ ആരൊക്കെയാണ് ഈ കോക്കസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതൊക്കെ അറിയാവുന്നത് EP ജയരാജനാണ്. അതുകൊണ്ടാണ് EPയെ ഇക്കണ്ട കഴിഞ്ഞ കാലം മുഴുവൻ പിണറായി സംരക്ഷിച്ചു പോന്നിരുന്നത്. അതുകൊണ്ടാണ് പോളിംഗിന്റെ അന്നേ ദിവസം തന്നെ EP ജയരാജൻ താൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോൾ പോലും പിണറായി അതിനെ കാര്യമായ രീതിയിൽ എടുക്കാതെ തഴുകി വിട്ടത്. അതല്ലെങ്കിൽ മറ്റൊരു നേതാവ് ആയിരുന്നുവെങ്കിൽ പിണറായി കൃത്യമായി അവിടെ ഒരു നടപടി എടുക്കുമായിരുന്നു. EP ജയരാജനെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അവിടെ പോകേണ്ടതാണ്. പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവം അനുസരിച്ച് അത്തരമൊരു കാര്യമാണ് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ പിണറായി അതിന് മുതിർന്നില്ല. അപ്പോഴും അതിൽ സംശയം ഉയർന്നത് എന്തുകൊണ്ട്? ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും EP ജയരാജനെതിരെ പിണറായി ഒന്നും മിണ്ടുന്നില്ല. പിണറായിക്ക് ഇപ്പോൾ തഴഞ്ഞുകൊണ്ട്, പിണറായി EPയെ തഴഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും EPയെ പുറത്താക്കാൻ വേണ്ടി ഒരു കാര്യത്തിനും നടന്നിട്ടില്ല. EP താൻ നിർജീവമാണ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ട് പോലും ഈ പിണറായി വിജയൻ ചെന്ന് സമാശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ആ EP ജയരാജനെയാണ് പ്രത്യക്ഷത്തിൽ താനല്ല ഇതിനെല്ലാം കാരണമെന്ന രീതിയിൽ അത് ഗോവിന്ദൻ മുഖേന പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിണറായി ഒന്നോർക്കേണ്ടതുണ്ട്, ഇത്രയേറെ പിണറായിയുടെ എല്ലാ ഇടപാടുകളും അറിയാവുന്ന ഒരു നേതാവാണ് EP ജയരാജൻ. ഇത്രനാൾ തൻ്റെ പ്രധാന സഖ ആയിരുന്ന ആളാണ് EP ജയരാജൻ. ആ ജയരാജനെ മാറ്റിവെച്ചാൽ, ആ ജയരാജനെതിരെ പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധത്തിന് പിണറായി വിജയൻ ഇറങ്ങിക്കഴിഞ്ഞാൽ EP എന്തായാലും വാ തുറക്കും. EP വാ തുറന്നു കഴിഞ്ഞാൽ സകല രഹസ്യങ്ങളും, പിണറായിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല രഹസ്യങ്ങളും EP വിളിച്ചു പറയുമെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നേരിട്ടൊരു അംഗത്തിന് മുതിരാത്തത്. അതുകൊണ്ട് തന്നെ EPയെ പുറത്താക്കുകയും വേണം, എന്നാൽ താൻ അതിന് പിന്നിലുണ്ടെന്ന് EPക്ക് തോന്നുകയും ചെയ്യരുത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. EP എന്തായാലും ഇനി BJPയിലേക്ക് ഒരു പോക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. EP പോകുന്നത് രാഷ്ട്രീയ വനവാസത്തിലേക്ക് തന്നെയായിരിക്കും. പക്ഷേ EP രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പത്രസമ്മേളനം, കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു പത്രസമ്മേളനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മേൽപ്പറഞ്ഞ ഇക്കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി വിദേശ ഇടപാടുകൾ, അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ ഇടപാടുകൾ, ലാവ്ലിനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, കൊലപാതകങ്ങളുടെ, പിണറായി നടത്തിയ കൊലപാതകങ്ങളുടെ രഹസ്യങ്ങൾ, എങ്ങനെ എല്ലാ കാര്യങ്ങളും അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ EP ജയരാജൻ എന്ന നേതാവ് CPMൽ നിന്ന് ഇറങ്ങിപ്പോകൂ. അത് പിണറായി മുന്നിൽ കണ്ടാൽ പിണറായിക്ക് നല്ലതെന്നേ പറയാൻ പറ്റൂ. എങ്കിൽ പിണറായിയുടെ കുടുംബം മുച്ചൂടും ഇല്ലാതായി തീരുന്ന അത്ര രഹസ്യങ്ങൾ EP ജയരാജന്റെ മനസ്സിലുണ്ട്. ആ നേതാവിനെ പിണറായി സൈഡാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം മിണ്ടാതെ ഇരിക്കുന്നത് പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും പാർട്ടി തകരണ്ട എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ്. അത്രമേൽ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളെ
ഇത്ര വലിയ കുഴിയിലേക്ക് തള്ളിയിടണ്ട എന്ന് ഒരുപക്ഷെ ഇ.പി. ജയരാജൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാനൊന്നും കഴിയില്ല. ഒരു സൗഹൃദത്തിൽ അങ്ങനെയാണല്ലോ. പക്ഷേ പിണറായിക്ക് സൗഹൃദമൊന്നുമില്ല. പിണറായിക്ക് തന്റെ ഉയർച്ച മാത്രമാണ്, തന്റെ പള്ള വീർപ്പിക്കുകയും അടിശീല വീർപ്പിക്കുക മാത്രമാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. അതാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ അശ്വമേധം എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളാണ്. അപ്പോൾ പിണറായിക്ക് യാതൊരുവിധ എത്തിക്സും ഇത്തരം കാര്യങ്ങളിൽ യാതൊരു മൂല്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്തായാലും പിണറായി ഇ.പി. ജയരാജനെ തഴഞ്ഞുകൊണ്ട്, ഇ.പി. ജയരാജനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ഭാവി രാഷ്ട്രീയം ഉയർത്താൻ CPM-ലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞതിന് ശേഷമേ ഇ.പി. ജയരാജൻ എന്ന നേതാവ് CPM-ന്റെ LDF-ന്റെ പടിയിറങ്ങിപ്പോകൂ, അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകൂ. അപ്പോൾ ഇ.പി.യെ ഭയപ്പെടാൻ പിണറായിക്കാണുള്ളത്. ഇ.പിക്ക് പിണറായിയെ ഭയപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളത് അവിടെ തെളിയുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇ.പി. ജയരാജൻ പാർട്ടി വിടുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയേറെ അവഗണന സഹിച്ച ഈ പാർട്ടിയിൽ തുടരേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇ.പിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പോരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു തുറന്നു പറച്ചിൽ, വെളിപ്പെടുത്തൽ അത് ഇ.പിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഏത് സമയത്തും പ്രതീക്ഷിക്കാം. നന്ദി.